Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെന്ന ട്യൂട്ടോറിയലിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ, എല്ലാവരും വീട്ടിൽ സേഫ് ആണല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെന്ന ഡിസൈൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വയർ ടൈപ്പ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിൽ നമുക്ക് ഡിസൈൻ ആക്കി നോക്കാം. ഇതിപ്പോൾ ഒരു റോ ആൻഡ് കോളം പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ വരച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു പൂവിൻ്റെ ഡിസൈനാണ് വരയ്ക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ലൈൻസൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലൊരു 2-3 ടൈംസ് എങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യണം. എന്നാലും നമുക്ക് നന്നായിട്ട് എന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 4 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ പോലെയാണ് വരയ്ക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇപ്പോൾ കണ്ടില്ലേ, 4 പെറ്റൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നൊരു സിമ്പിൾ ഡിസൈനാണ്. ഇത് നമുക്ക് അടുത്ത വേറൊരു ഡിസൈൻ നോക്കാം. അതിൽ നമ്മളിങ്ങനെ റോ ആൻഡ് കോളം വരയ്ക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെറിയൊരു ഫ്ലവർ ടൈപ്പ് തന്നെയാണ് വരയ്ക്കുന്നത്. ഇത് കുറച്ചുകൂടെ ചെറിയ ഒരു ഫ്ലവർ ആയിട്ട് വരും. പക്ഷെ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതും ഒരു റോ ആൻഡ് കോളം പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മിഡിലിൽ ഒരു ഡോട്ട് ഇടുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമ്മൾ വേറൊരു ഫ്ലവറാണ് വരയ്ക്കുന്നത്. ഇതൊക്കെ ശരിക്കും സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ബിഗിനേഴ്സിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഡിസൈൻസ് ആണ് ഇതൊക്കെ. ഇനി അടുത്ത ഡിസൈൻ നമ്മൾ റൗണ്ട് വരച്ചിട്ട്
അതിൻ്റെ മിഡിൽ ഇങ്ങനെ ഡോട്ട് ഇടുന്ന ഡിസൈനാണ്. അടുത്ത നമ്മളൊരു ലീഫ് ടൈപ്പ് ഡിസൈനാണ് വരയ്ക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ബിഗിനേഴ്സിന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇത് കുറച്ച് സ്ലോയിൽ നമ്മൾ ചെയ്ത് നോക്കണം. സ്പീഡിൽ ഇത് ബിഗിനേഴ്സിന് സ്പീഡിൽ ഇത് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്ലോയിൽ വേണം ഈ ഡിസൈൻ ചെയ്ത് നോക്കാൻ. ഇത് നമ്മൾ മുകളിൽ വരച്ച പോലത്തെ ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ ഓരോ സിംഗിളായിട്ടാണ് വരയ്ക്കുന്നത്. അടുത്ത് നമ്മൾ ഡബിൾ ലൈൻ വരച്ചിട്ടുള്ളൊരു ഡിസൈനാണ് വരയ്ക്കുന്നത്. അതിൻ്റെ 4 സൈഡിലും നമ്മൾ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരയ്ക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിന് പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.